നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ്, നിങ്ങളിപ്പോൾ ആരെങ്കിലുമായിട്ടൊരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ടോ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അവരുടെ ഓവറോൾ എനർജി നോക്കും, പിന്നെ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കും. അവർ ഒരു റീകൺസിലിയേഷന് വേണ്ടി നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമോ എന്ന് നോക്കും. പിന്നെ നിങ്ങൾക്കുള്ള അഡ്വൈസ്, അത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്, ഏത് കാർഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കാർഡ് സെലക്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് കാർഡ് സെലക്ട് ചെയ്യാം അല്ലേ. ഈ പാമ്പും കോണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി നിങ്ങൾക്ക് അറിയാമോ? എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. നമ്മളിതൊക്കെ കളിച്ച് ആണ് ഇപ്പോൾ, മീൻസ് നമ്മൾ ചെറുപ്പത്തിലേ കളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ കുട്ടികൾക്ക് അതൊക്കെ അറിയുമെന്ന് അറിയില്ല. എന്നാലും കണ്ടിട്ടുണ്ടാവും സ്നേക്ക് ആൻഡ് ദ ലാഡർ എന്ന് പറഞ്ഞിട്ട്. അത് നല്ലൊരു എൻ്റർടൈനിങ് ഒരു പരിപാടിയാണ്. വെച്ചാൽ നമ്മൾ വീട്ടിലെല്ലാവരും കൂടെ വൈകുന്നേരം സമയത്തൊക്കെ ഒരുമിച്ചിരുന്ന് കളിക്കുക എന്ന് പറഞ്ഞാൽ നല്ല രസം. വഴക്കൊക്കെ അടിയൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അതൊരു ടീം ബിൽഡിംഗ് പോലെ ആവും നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ കേട്ടോ. ഭാര്യയും ഭർത്താവും പിള്ളേരും അല്ലെങ്കിൽ അച്ഛനും അമ്മയും കുട്ടികളും ഒക്കെ ആയിട്ടിരുന്ന് ചെയ്യാൻ പറ്റുന്ന, സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് മക്കളും പാരൻസും എല്ലാവരുമായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ഹോസ്റ്റലിലാണെങ്കിലും നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, നിങ്ങൾക്ക് ഒറ്റയ്ക്കും വേണമെങ്കിൽ കളിക്കാം. അതൊക്കെ നല്ലൊരു റിലീസാണ്, നമുക്ക് ടെൻഷൻ റിലീസാണ്. അതൊക്കെ മനസ്സിലാവണ്ട, അതുകൊണ്ട് വെറുതെ പറഞ്ഞതാണ്. അപ്പോൾ ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. അത് നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. റീകൺസിലിയേഷൻ അവരും ആഗ്രഹിക്കുന്നുണ്ടോ, അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. റീകൺസിലിയേഷൻ അവരും ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളുമായിട്ട് ഒരു റീകൺസിലിയേഷൻ അവരും ആഗ്രഹിക്കുന്നുണ്ടോ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. അവരും നിങ്ങളുമായി റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. അപ്പോൾ ഓറക്കിൾ മെസ്സേജാണ് ഭഗവാനെ. ഈ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. എല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സാധന സാമഗ്രികളും ബന്ധുക്കളും സ്നേഹിക്കുന്നവരും നിങ്ങളുടെ വീടും എല്ലാം സേഫാണെന്ന് വിചാരിക്കുന്നു. മഴ, വെള്ളപ്പൊക്കവും പ്രളയവും കുന്തവും കുറുപടിയൊക്കെ പിന്നെ അത് ഓരോ കാലങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ എല്ലാവരും നല്ല സേഫാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഭഗവാനെ നിങ്ങൾക്കുള്ള ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജാണ് ഭഗവാനെ. ഒരു കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഡിസ്പെല്ലിംഗ് ഫിയർ ആൻഡ് ഓവർകമ്മിങ് അഡ്വേഴ്സിറ്റി. ടേൺ ടു dispel your fears, to protect yourself from malevolent energies and overcome adversaries. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. പിന്നെയുള്ളത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിക്കുക. ഇൻറ്റ്യൂഷൻ അത് തോന്നലാണ്, നമ്മൾ തള്ളിക്കളയരുത്. ചില ഇൻറ്റ്യൂഷൻസ് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ദൈവമായിട്ട് അല്ലെങ്കിൽ ഒരു എനർജി ആയിട്ട് നിങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കുന്നതാണ് കേട്ടോ. പിന്നെയുള്ളത്, ഇപ്പോൾ തൽക്കാലത്തേക്ക്, അപ്പോൾ നിങ്ങളുടെ ചുറ്റും ശത്രുക്കളുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ചുറ്റും ആളുകൾ. അതുകൊണ്ടാണ് നിങ്ങൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവായി കിട്ടാൻ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. വേറൊരു കാര്യം പറയുന്നത്, ഇപ്പോൾ ഒരു ശാന്തത, പ്രശ്നങ്ങളിൽ നിന്ന് വളരെ ഒരു ശാന്തത വന്നിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പോഴത്തെ ശാന്തത ഇനിയും പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പുള്ള ഒരു ശാന്തത മാത്രമാണ്.
അപ്പോൾ നിങ്ങൾ ആ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മീൻസ് കെയർലെസ് ആവരുത്, എപ്പോഴും കെയർഫുൾ ആയിരിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളിൽ ആരുമായിട്ടാണോ റീകൺസീലിയേഷൻ ആഗ്രഹിക്കുന്നത് ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി ഡെത്ത് കാർഡ് റിവേഴ്സ് ആണ്. ഡെത്ത് കാർഡ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരാളായിരിക്കാം, മരണത്തെ അതിജീവിച്ച ഒരാൾ, എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും എന്താ പറയുക എതിർത്ത് അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് പടവെട്ടി പുറത്തേക്ക് വന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. മരണത്തോട് മല്ലടിക്കുന്ന ഒരു സിറ്റുവേഷനും ആകാം ഇപ്പോൾ, പക്ഷെ അവസാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. വേറൊരർത്ഥം ഇതിനകത്ത് ശരിക്കും അവസാനിച്ചിട്ടില്ല, ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ടില്ല എന്നും കൂടിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഡെത്ത് കാർഡ് സ്കോർപിയോ സോഡിയാക് സൈൻ ആണ്. ഡെത്ത് കാർഡ് റിവേഴ്സ് വരുമ്പം ഒരു പുനർജനനം പോലെ കൂടിയാവും. മരണത്തിൽ നിന്ന് രക്ഷപ്പെടുക, മരിച്ച് ജീവിക്കുക, മരിച്ചതിന് ശേഷം പുനർജനിക്കുക. ഓക്കെ, ത്രീ ഓഫ് പെൻറ്റിക്കിൾസ്. ത്രീ ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ സഹകരണം, ഗ്രൂപ്പ് ആക്ടിവിറ്റി, ഒരു കണക്ഷൻ. ആ കണക്ഷൻ ഇപ്പോഴും വിട്ടിട്ടില്ല, ആ കണക്ഷൻ ഇപ്പോഴും ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. പെൻറ്റിക്കിൾസ് എന്ന് പറയുമ്പോൾ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാവും, പക്ഷെ അതിൻ്റെ കൂടെ ഒരു 2 ഓഫ് കപ്സും കൂടെ വന്നിട്ടുണ്ട്. ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്. നിങ്ങൾക്കും ഈ പേഴ്സണും തമ്മിലുള്ള ബന്ധം ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെയധികം പ്രശ്നങ്ങളിലേക്ക് പോയ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഇത്. പക്ഷേ എന്നാലും അതിനെയെല്ലാം അതിജീവിച്ച് രണ്ടുപേരുടെയും മനസ്സിൽ ആ റിലേഷൻഷിപ്പ് ഇപ്പോഴും ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, അത് എപ്പോഴും ആ കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാകും എന്നാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. അവിടെ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ഇത്രയും സോഡിയാക് സൈൻസ് ആണ് വന്നിട്ടുള്ളത്. കറണ്ട് സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? സോറി നിങ്ങളുടെ അല്ല, സോറി ഭഗവാനെ, ഇവരുടെ അല്ല, ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഈ റീകൺസിലിയേഷൻ ഇവർ ആരായിട്ടാണോ ആഗ്രഹിക്കുന്നത് ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇവർ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്ന ആളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? അതാണ് ഭഗവാനെ അറിയേണ്ടത്. ഭഗവാനെ, Queen of Wands, Fruits of Labor, 9 of Pentacles, Magician, Page of Pentacles, Moon. ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടാണോ ഈ റിലേഷൻഷിപ്പ് ബ്രേക്കായി, നിങ്ങൾ തമ്മിൽ അകന്നു പോയത് അതുകൊണ്ടാണോ? ആ തേർഡ് പാർട്ടി ഇപ്പോഴും സ്ട്രോങ് ആണ് ഇവരുടെ ജീവിതത്തിൽ കേട്ടോ. പക്ഷേ ഇതൊരു വിവാഹത്തിലേക്ക് പോയിട്ടില്ല, ഇപ്പോഴും ഇവർ അവിവാഹിതരാണ്. ഈ പേഴ്സൺ അവിവാഹിതനോ അവിവാഹിതയോ ആണ്, വളരെയധികം പണം സമ്പാദിച്ചിട്ടുണ്ട്. ഈ തേർഡ് പാർട്ടി ഇപ്പോഴും ഇവരുടെ ലൈഫിലുണ്ട്. അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ വളരെ പവർഫുൾ ആണ് ഈ സമയത്ത്, ഒരു മജീഷ്യനാണ്. മജീഷ്യൻ എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടിയെയും ഈ പേഴ്സൺ ഇല്ലാത്ത സ്നേഹം കാണിച്ച് ഇരിക്കുകയാണ്. ചില തേർഡ് പാർട്ടി ചിലപ്പോൾ ഈ പേഴ്സണെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു എനർജി ആയിരിക്കാം. അപ്പോൾ അവരെ പ്ലീസ് ചെയ്യുക എന്നുള്ളത് ഈ പേഴ്സൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു മജീഷ്യൻ മാജിക് കാണിക്കുന്ന പോലെ ഈ പേഴ്സണ് വെച്ചടി കയറ്റവുമുണ്ട്. വേറൊരു അർത്ഥത്തിൽ ഈ പേഴ്സൺ തേർഡ് പാർട്ടിയെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ വേറെ സ്ത്രീകളായിട്ട് പുരുഷന്മാരുടെ ബന്ധത്തിലല്ല, ഇവരെ ഇല്ലാത്ത സ്നേഹം കാണിക്കുന്നുണ്ട് ഈ പേഴ്സൺ തേർഡ് പാർട്ടിയോട്. പക്ഷേ ഈ പേഴ്സൺ ആരെയോ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ആരെയോ മനസ്സിൽ കൊണ്ടു നടക്കുന്ന, സീക്രട്ടായിട്ട് കൊണ്ടു നടക്കുന്ന ആൾ നിങ്ങളായിരിക്കും അത്. ആ പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ വിട്ടിട്ടില്ല,
മനസ്സിലായോ? നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല, നിങ്ങളെ മറന്നിട്ടില്ല എന്നാണ് പറയുന്നത്. തേർഡ് പാർട്ടി ഇപ്പോഴും ലൈഫിൽ ആക്റ്റീവാണ്, പക്ഷേ ഈ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളാണെന്നാണ് പറയുന്നത്. ജെമിനായി, ക്യാൻസർ, 2 സോഡിയാക് സൈനാണ് ഇവിടെ കാണിക്കുന്നത്. തേർഡ് പാർട്ടി ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി ഈ പേഴ്സൻ്റെ അമ്മയോ ചേച്ചിയോ അങ്ങനെ ആരെങ്കിലും ആവാനും വഴിയുണ്ട്. നിങ്ങളുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്നേഹബന്ധത്തിൽ നിന്ന് ഈ പേഴ്സൺ അകറ്റാൻ ആഗ്രഹിച്ച ആരാണോ ആ പേഴ്സൺ, അതാണ് ഇവിടെ കാണിക്കുന്നത്. അതിപ്പോൾ ശരിക്കും ഒരു തേർഡ് പാർട്ടി ആവണം എന്നില്ല, അത് ബന്ധുക്കളാവാനും വഴിയുണ്ട്. നിങ്ങളുമായിട്ടൊരു റീകൺസിലിയേഷൻ ഈ പേഴ്സൺ ട്രൈ ചെയ്യുമോ? നിങ്ങളുമായിട്ടൊരു റീകൺസിലിയേഷൻ ഈ പേഴ്സൺ ട്രൈ ചെയ്യുമോ? യെസ് എന്നാണ് പറയുന്നത്. നിങ്ങളുമായിട്ട് അത് നല്ലൊരു ഗ്രോത്ത് വേണം റിലേഷൻഷിപ്പിന് എന്ന് പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് എംപ്രസ് ആണ്. എംപ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോഴും ആരാധിക്കുന്ന ഒരാളാണ്, നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന, നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ വേണമെന്ന് അത്യധികം ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പം നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ, സ്ത്രീ ആയാലും പുരുഷനായാലും. നിങ്ങളെ എന്താ പറയുക, ഇപ്പോൾ ഇഷ്ടംപോലെ പണമെല്ലാം ഉണ്ട് ഈ പേഴ്സൺ. അപ്പോൾ നിങ്ങളെ നല്ലപോലെ നോക്കണം. നിങ്ങളെ ഈ പേഴ്സന് എന്താ പറയുക, നല്ല നിലയിൽ നിങ്ങളെ കൊണ്ടുവരണം. അതുപോലെ നിങ്ങളെ നന്നായിട്ട് നോക്കണം, നിങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കണം എന്നൊക്കെ, നിങ്ങളെ നന്നായിട്ട് പരിപാലിക്കണം എന്നൊക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കാപ്രിക്കോൺ ഡബിൾ എനർജി കാണിക്കുന്നുണ്ട്, പിന്നെ ഒരു 5 ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. അതൊരു റിഗ്രറ്റ് ആണ്. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളെ കിട്ടാത്തതിൽ, അപ്പം നിങ്ങൾക്കിപ്പോൾ എന്താണ് ഈ പേഴ്സണുള്ള ഫീലിങ്സ് ഈ പേഴ്സൺ അറിയില്ല. അപ്പം നിങ്ങളെ നഷ്ടപ്പെട്ടു എന്നൊരു നഷ്ടബോധം ഈ പേഴ്സൺ ഉണ്ട്. പക്ഷെ കിട്ടുകയാണെങ്കിൽ നിങ്ങളെ തിരിച്ചു പിടിക്കണം, എങ്ങനെയെങ്കിലും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കണം എന്ന് തന്നെയാണ് ഈ പേഴ്സൻ്റെ വിചാരം. ഇത് കാപ്രിക്കോൺ സോഡിയാക് സൈനാണ്. അപ്പം നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ ഭയങ്കരമായ റിഗ്രറ്റ് ഉണ്ട്, ഭയങ്കരമായ നിരാശയുണ്ട്. മനസ്സിലായി? അതാണ് ഇപ്പോഴും ഓർക്കുന്നത് ഈ പേഴ്സൺ കേട്ടോ. അപ്പോൾ നിങ്ങളെ കിട്ടുമെന്നൊരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഈ പേഴ്സൺ ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആള് അതിന് ഇവരെ അനുവദിക്കുമോ? അതാണ് നമ്മുടെ അടുത്ത ചോദ്യം. തേർഡ് പാർട്ടിക്ക് ആവശ്യമുള്ള പൈസ കൊടുത്തു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി അതിന് സമ്മതിക്കുമെന്നാണ്. യെസ് എന്നാണ് പറയുന്നത്. തേർഡ് പാർട്ടി അനുവദിക്കും. അപ്പോൾ പക്ഷേ ഏസ് ഓഫ് പെന്റക്കിൾസ്, തേർഡ് പാർട്ടിയെ പൈസ കൊടുത്ത് ഒതുക്കാൻ പറ്റും. അപ്പോൾ തേർഡ് പാർട്ടിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം തേർഡ് പാർട്ടി. മനസ്സിലായോ? അവരുടെ ഗതികേട് കൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു തേർഡ് പാർട്ടിക്ക് സ്നേഹബന്ധമൊന്നുമല്ല, ഇവർക്ക് പൈസയാണ് വേണ്ടത്. അപ്പോൾ ഇവർക്ക് ആവശ്യമുള്ള പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ അവർ വെറുതെ വിടുമെന്നാണ് പറയുന്നത്. തേർഡ് പാർട്ടി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ തേർഡ് പാർട്ടിയുടെ ഈ മനസ്സിലുള്ള ഈ ചിന്ത പൈസ പൈസ പൈസ, ഇഷ്ടംപോലെ പൈസ ഉള്ള ആളായതുകൊണ്ട് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്, സ്നേഹമൊന്നുമില്ല. അപ്പോൾ തേർഡ് പാർട്ടി വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ പോലത്തെ ഒരാളെയാണ് എപ്പോഴും ആഗ്രഹിച്ചത്. നിങ്ങൾ ഇറങ്ങിപ്പോകുകയോ അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്ത് നിങ്ങളെ ഇറക്കി വിടുകയോ ഒക്കെ ചെയ്തപ്പോൾ തേർഡ് പാർട്ടി വളരെ സന്തോഷിക്കുന്നുണ്ട്. കാരണം അവരാഗ്രഹിച്ച പോലത്തെ ഒരു സിറ്റുവേഷനാണ് അവർക്കിപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ അത് നിങ്ങളുടെ പേഴ്സണെ അറിയിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നത് വളരെ സീക്രട്ടീവായിട്ടാണ് ഇവർ വെച്ചേക്കുന്നത്. ഈ മൂൺ കാർഡ് തന്നെയാണ് ഇവിടെ. മൂൺ കാർഡ് പിന്നെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ഭയങ്കര കണ്ണിങ് ആയ ഒരു എനർജിയാണ്. നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്ന് അകറ്റണമെന്ന് മാത്രമേ ഇവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. മൊത്തത്തിൽ പൈസ മുഴുവനും ഇവർക്ക് കിട്ടണം, അതായിരുന്നു ഇവരുടെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയുള്ള അഡ്വൈസ് എന്താണ്? ഇവിടെ നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ്? 8 ഓഫ് കപ്സും 3 ഓഫ് സ്വേർഡ്സും ടെമ്പറൻസും ഇതെല്ലാം ശരിയാകുമെന്നാണ് പറയുന്നത്. 8 ഓഫ് കപ്സ് ആണ് ഇമോഷണൽ ഡിസാറ്റിസ്ഫാക്ഷൻ, ഇറങ്ങിപ്പോയി, അബാൻഡൻമെൻറ്റ്, അതുവഴി വന്ന ഹാർട്ട് ബ്രേക്ക്. അത് പോസിറ്റീവ് എനർജിയിലേക്കാണ് പോകുന്നത്. അത് ബാലൻസ് ചെയ്ത് എല്ലാം ശരിയാകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കുറച്ച് കാലം താമസിക്കുമായിരിക്കാം, കുറേ നാൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ പ്രാർത്ഥനയൊന്നും മുടക്കണ്ട. മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും മുടക്കണ്ട, അതിന് റിസൾട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് തിരിച്ച് കിട്ടുമെന്ന് തന്നെയാണ് പറയുന്നത്. ഒരു ടെമ്പറൻസ്, ഒരു ബാലൻസിലേക്ക് പോകും റിലേഷൻഷിപ്പ് കേട്ടോ. സാജിറ്റേറിയസ് സോഡിയാക് സൈൻ. ഇത് 1ാമത്തെ റീഡിംഗ് ആണ്. അപ്പോൾ ക്യാൻസർ, ജെമിനായി, ക്യാൻസർ,
Capricorn, Taurus, Libra, Scorpio. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. നമ്മളപ്പോൾ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. നിങ്ങൾ ആരുമായിട്ടാണോ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നത്, ആ പേഴ്സണും നിങ്ങളുമായി റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള റീഡിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് ആണ്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് പറയുന്നത് സാക്രിഫൈസ് ചെയ്യണം, കുർബാന ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണെങ്കിൽ ആ സിറ്റുവേഷൻ നിങ്ങൾ ഉപേക്ഷിക്കണം, എല്ലാത്തവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ആത്മാർത്ഥമായിട്ട് ചെയ്യുക, ശുദ്ധ ഹൃദയത്തോടെ സത്യത്തോടെ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾ ചിലപ്പോൾ അത് നല്ല കാര്യങ്ങൾ കൊണ്ടുവരും നിങ്ങളുടെ ജീവിതത്തിൽ, ചിലപ്പോൾ അതിൻ്റെ കൂടെ കുറേ ചീത്ത കാര്യങ്ങളുണ്ടാവും. പക്ഷെ നിങ്ങൾക്കത് ഈ ചേഞ്ച് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ സെൽഫ്ലെസ് ആയിട്ട് സഹായിക്കുക, അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുത് നിങ്ങൾ സഹായിക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഫ്ലൈയിങ് ഹനുമാൻ, ലോങ് ജേർണി, നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയ യാത്ര കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളപ്പോൾ ഒരു യാത്ര പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുക. അത് ചിലപ്പോൾ സ്പിരിച്വൽ ആയിരിക്കാം, അത് അല്ലെങ്കിൽ നിങ്ങൾ ലിറ്ററലി ചിലപ്പോൾ ഒരു ട്രാൻസ്ഫറോ ചിലപ്പോൾ ഒരു ടൂറോ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ട്. ഒരു ട്രാവൽ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്ന ആളുടെ എനർജി ക്വീൻ ഓഫ് വാൻസ് ആണത്. ക്വീൻ ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ വളരെ കോൺഫിഡൻ്റ് ആയ എനർജിയാണ്. വളരെയധികം വീക്ക്നെസ്സസ് ഉണ്ടെങ്കിലും അതെല്ലാം മറച്ചു വെക്കുന്ന ഒരു എനർജിയാണ്. കുറച്ച് സെൽഫിഷായ എനർജിയാണ്. പിന്നെ വീക്ക്നെസ് കാണിച്ചാൽ അത് ഇവരുടെ ഭയങ്കര ഈഗോ ഉള്ള ഒരു എനർജിയാണ്. അപ്പോൾ വീക്ക്നെസ് കാണിച്ചാൽ അതൊരു ഡിഫക്റ്റായിട്ട് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും. അവരുടെ വില മറ്റുള്ളവരുടെ കണ്ണുകളിൽ കുറയുമെന്ന് വിചാരിച്ച് പുറമേ വളരെ സന്തോഷവും സമാധാനവും സംതൃപ്തിയൊക്കെ പുറമേ കാണിക്കുന്ന, പുറംപൂച്ച് കുറേ കാണിക്കുന്ന ഒരു എനർജിയാണ്. നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന, നിറയെ തമാശ പറയുന്ന, എപ്പോഴും നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്ത് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ സ്വയം ഒരു ബിസിനസ് നടത്തുന്ന ഒരു എനർജി ആയിരിക്കാം. ഇതൊരു തേർഡ് പാർട്ടി ആണോ? നിങ്ങളൊരു തേർഡ് പാർട്ടിയുമായിട്ടാണോ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നത്? ഇതൊരു തേർഡ് പാർട്ടി എനർജിയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയ ഒരു തേർഡ് പാർട്ടിയാണ് അല്ലേ? അതുകൊണ്ടാണല്ലോ നിങ്ങൾ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നത്. അത് പറഞ്ഞപ്പോൾ കറണ്ട് പോയിട്ട് വന്നു. ടെമ്പറൻസ് റിവേഴ്സാണ്. ഇവർ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സാണ്. ഇവരുടെ ഇപ്പോഴത്തെ എനർജി എന്ന് പറഞ്ഞാൽ ഇവർ ആർക്കും ഒന്നും ഓഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരൊരു ബാലൻസ് കൊണ്ടുവരാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇവർ മാക്സിമം എടുക്കുക എന്നൊരു മൈൻഡുള്ള ഒരു എനർജിയാണ്. കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവർക്ക് ആർക്കും ഒരു ഓഫറും കൊടുക്കാനും ഇല്ല. ഇവർ ആരുമായിട്ട് ഒരു റീകൺസിലിയേഷനോ ഒരു സമാധാനപരമായിട്ട് റിലേഷൻഷിപ്പോ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇവരുടെ മനസ്സിൽ റിഗ്രറ്റ് ഇല്ല, നിരാശ ഉണ്ടാവാം കിട്ടാത്ത കാര്യങ്ങൾ കൊണ്ട്. അതല്ലാതെ കുറ്റബോധം എന്നൊരു കാര്യം ഇല്ല എന്നാണ് പറയുന്നത്. സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണ്. എന്ന് വെച്ചാൽ ഇവര് ഹാപ്പി ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഹാപ്പി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴി കണ്ടെത്താൻ നോക്കും. മനസ്സിലായോ? കച്ചിത്തുരുമ്പിൽ കയറി പിടിക്കുന്ന ഒരു എനർജിയാണ്. കാരണം ഇവർക്ക് ഭയങ്കര സെൽഫിഷാണ്. ഇവർ കൊടുക്കാനല്ല ആഗ്രഹിക്കുന്നത്, വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി ആയതുകൊണ്ടാണ് അങ്ങനെ എപ്പോഴും ഓട്ടത്തിലായിരിക്കും. ഇവിടെ കിട്ടിയില്ലെങ്കിൽ അവിടെ കിട്ടുമായിരിക്കും, അങ്ങോട്ട് ഓടും. അവിടെയും കിട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് ഓടും. പക്ഷെ ഇവർക്ക് മനസ്സിലാവാത്തത് ഇവരുടെ ഉള്ളിലാണ് ഒന്നും ഇല്ലാത്തത്.
മനസ്സിലായോ? ഇവരുടെ അടുത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ ഈ ഓട്ടത്തിൽ. ഇവരുടെ അടുത്ത് എല്ലാം ഉണ്ടെങ്കിൽ അവർ സ്റ്റേബിൾ ആയിരിക്കും, ആൾക്കാർ അവരുടെ അടുത്തേക്കാണ് ചെല്ലേണ്ടത്. പക്ഷെ ഇവർ മറ്റുള്ളവരുടെ അടുത്തേക്കാണ് ഓടുന്നത്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. എന്തായാലും ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഈ പേഴ്സന്റെ, നിങ്ങൾ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്ന ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇവരുടെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടുന്ന ഈ എനർജി ആയിരിക്കില്ല നിങ്ങൾക്ക് ഇവരിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. കാരണം നിങ്ങൾ ഇവരുടെ നല്ല സൈഡ് മാത്രം കാണുന്നത് കൊണ്ടാണ് നിങ്ങളൊരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നത്. ഇവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതാണ്. നിങ്ങളിൽ നിന്നെല്ലാം അവർക്ക് വേണ്ടതെല്ലാം എടുത്തിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ എനർജിയാണ്. എന്നിട്ടും നിങ്ങൾ ഇവരുടെ പുറകെ നടക്കുമ്പോൾ നിങ്ങൾ അവരുടെ നെഗറ്റീവ് സൈഡ് കാണുന്നില്ല. അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡ് കണ്ടാലും നിങ്ങൾ ഭയങ്കര ട്രാപ്ഡ് ആണ്, ഒബ്സെസ്ഡ് ആണ് ഇവരോട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഇവരുടെ എനർജി എന്താണെന്ന് വെച്ചാൽ, ഇവരിപ്പോൾ സ്വന്തം കാര്യം മാക്സിമം എല്ലാവരുടെ നിന്നും ശേഖരിച്ചെടുക്കുക എന്നാണ്. ഇപ്പോൾ ആരുടെ മുമ്പിലും അഭിനയിക്കുന്നില്ല ഇവർ ഒരു റിലേഷൻഷിപ്പിൽ കയറുമ്പോൾ ഭയങ്കര അഭിനയമാണ്. അപ്പോൾ അഭിനയിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, മാക്സിമം ആണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരിക്കലും 100% ഒരാൾക്ക് നമ്മൾ വഴങ്ങി കൊടുക്കുക അല്ലെങ്കിൽ ഒരാൾക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക, കോംപ്രമൈസ് ചെയ്യുക, ഇത് പോസിബിൾ അല്ല ആരായാലും. അപ്പോൾ അങ്ങനെ 100% ഒരാൾ എന്നോട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾക്ക് കള്ളത്തരം ഉണ്ടെന്നാണ്. എവിടെയെങ്കിലും അവർക്ക് നമ്മളോട് ദേഷ്യം വരും, അത് കാണിക്കുന്നില്ലെങ്കിൽ അവരെ വിശ്വസിക്കരുത്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ്. അങ്ങനെയാണ് ഈ പേഴ്സൺ എല്ലാവരിൽ നിന്നും കാര്യങ്ങൾ പിടുങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ അതല്ല. ഇപ്പോൾ ഇവർ സ്വന്തം കാര്യം നോക്കുകയാണ്. ഇപ്പോൾ ഇവർ ഇൻഡിപെൻഡൻസ് ആണ്, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇവർക്ക് ഇഷ്ടംപോലെ പണം ഇവർ സമ്പാദിച്ചിട്ടുണ്ട്. ചില ഇപ്പം നമ്മൾ ഈ ഫേമസ് ആളുകളുടെ ഇതൊക്കെ നോക്കുമ്പോൾ, സ്ത്രീകളെ പ്രത്യേകിച്ച് നോക്കുമ്പോൾ, വലിയ പൈസയുള്ള ആളെ വിവാഹം കഴിച്ചിട്ട് കുറേ കഴിയുമ്പോൾ അവരെ ഡിവോഴ്സ് ചെയ്യും. എന്നിട്ട് അവരുടെ അടുത്ത് നിന്ന് മാക്സിമം ആലിമണി വാങ്ങിച്ചെടുക്കും. അവരുടെ പ്രോപ്പർട്ടിയിൽ 3/4 അല്ലെങ്കിൽ കിട്ടുമെങ്കിൽ മുഴുവനും, പക്ഷെ മുഴുവൻ തരാത്തത് കൊണ്ട് 3/4 അടിച്ച് പിടിച്ച് മേടിക്കും. അത് കഴിഞ്ഞ് വേറൊരു പൈസക്കാരനെ വിവാഹം കഴിക്കും. ആണുങ്ങളുണ്ട് അങ്ങനെ, മനസ്സിലായി? അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവരെ കാണിക്കുക. അപ്പോൾ ഇപ്പോൾ ഇവർ കുറേ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ട് കുറേ പേരിൽ നിന്ന് കുറേ കാര്യങ്ങൾ പൈസ മേടിച്ചിട്ട് ഇവർ ഫിനാൻഷ്യലി വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇപ്പോൾ ഇവർക്ക് സ്വയം നിൽക്കാനുള്ള കഴിവുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഇവർക്കിപ്പോൾ പുതിയ ഐഡിയാസ് എല്ലാം ഉണ്ട്. അത് പെട്ടെന്ന് പ്രാവർത്തികമാക്കണമെന്ന് ഇവർ വിചാരിക്കുന്നുണ്ട്. പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല, കുറ്റബോധമൊന്നുമില്ല, മുമ്പോട്ട് പോകുക. അതാണ് അവരുടെ ലക്ഷ്യം. എന്താണ്? ഒരു 10 of Cups. അപ്പോൾ ഇവർ ആരെയോ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ റിലേഷൻഷിപ്പിൽ നിന്ന് കുറേ കാര്യങ്ങൾ അവർ ശേഖരിച്ചിട്ട് അവസാനം ഒരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പണ്ടത്തെ സമയത്ത് ആളുകൾ ദൂരദേശം എന്ന് വെച്ചാൽ അധികം കമ്മ്യൂണിക്കേഷനും ഇല്ല, അധികം വേൾഡ് അത്ര വലുതായിട്ടില്ല. ലോകം ചെറുതായിരുന്നില്ല, അന്ന് ഭയങ്കര വലുതായിരുന്നു. അപ്പം നമ്മളുടെ ദേശത്ത് നിന്ന് അപ്പുറത്തെ സ്റ്റേറ്റിലേക്ക് പോയാൽ തന്നെ ഇവിടെ എല്ലാവർക്കും ഒന്നും അറിയില്ല നമ്മൾ അവിടെ എന്താ ചെയ്യണമെന്ന്. അപ്പോൾ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറേ പേര് അങ്ങനെയെല്ലാം പോയിട്ട് ഇഷ്ടംപോലെ പണം ഉണ്ടാക്കിയിട്ട്, അപ്പോൾ അവർക്ക് പേടിയില്ല. വേറെ ദേശത്ത് പോയി നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ദേശത്തുള്ള ആൾക്കാർ അറിയാൻ പോകുന്നില്ല. അപ്പോൾ അവിടെ അടിച്ചു പൊളിച്ച് ഉഴപ്പി ജീവിച്ചിട്ട് ഇവിടെ വന്നിട്ട് നല്ല ഒരാളെ വിവാഹം കഴിച്ച് സെറ്റിലാവും. അങ്ങനത്തെ ഒരു സ്റ്റൈല് പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷെ അത് പോസിബിൾ അല്ല. കാരണം ലോകം ചെറുതായി. ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്ന് നമ്മൾ എന്ത് ചെയ്താലും അപ്പം തന്നെ അത് നമ്മൾ ഫേമസ് ആയി, കുപ്രസിദ്ധിയായി, മനസ്സിലായി? അതുകൊണ്ട് അതിപ്പോൾ കുറവാണ്. പക്ഷെ ഇവർ അങ്ങനത്തെ ഒരു എനർജിയാണ്. ഇവർ പലരിൽ നിന്നും പലതും നേടിയെടുത്തിട്ട് അവരുടെ എയിം എന്താണ്? ഒരു 10 of Cups. അവരൊരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഈ ആളെ ഇവർ സ്നേഹിക്കണമെന്നില്ല. ഇയാൾ നല്ല പൈസയുള്ള ആളായിരിക്കും. പക്ഷെ ഇതിന് ശേഷം ഇവരൊരു തേർഡ് പാർട്ടി കണക്ഷൻ ആരുമായിട്ട് വയ്ക്കാൻ ചാൻസ് ഇല്ല. കാരണം ഇവർക്ക് ഈ പേഴ്സൻ്റെ മുമ്പിൽ നല്ല വെള്ളയാവണം, മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ പ്ലാൻ ഇതാണ്. ഇവർ ചിലപ്പോൾ ഒരു കല്യാണാലോചനയൊക്കെ വന്ന് അതിലേക്ക് കയറാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന ഒരു എനർജി ആയിരിക്കും. പെട്ടെന്നാണ് കാര്യങ്ങൾ. അപ്പോൾ കല്യാണാലോചന നല്ലൊരു കുടുംബത്തിൽ നിന്ന് വന്നിട്ടുണ്ടാകും. ഇവർക്ക് പെട്ടെന്ന് കല്യാണം നടക്കണം, ആണായാലും പെണ്ണായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കാര്യങ്ങൾ പെട്ടെന്ന് തടപടപടാന്ന് പറഞ്ഞ് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായി? വൈകിക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് നമുക്ക് വിവാഹം കഴിക്കാം. കാരണം തിരിഞ്ഞു നോക്കിയാൽ, അല്ലെങ്കിൽ ഇവർ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ കല്യാണം മുടങ്ങും. അപ്പോൾ ആ ഒരു പേടി തേർഡ് പാർട്ടിക്കുണ്ട്. ആള് വില്ലത്തിയാണ്, ആരാണാവോ എന്തായാലും. അപ്പോൾ ഇവിടെ ഇതാണ് തേർഡ് പാർട്ടിയുടെ
ഈ സിറ്റുവേഷൻ, നിങ്ങളുടെ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്ന ആള് ഇപ്പോൾ ഒരു വിവാഹത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുമായിട്ടൊരു റീകൺസിലിയേഷൻ തോന്നുന്നില്ല, എന്നാലും നമുക്ക് ചോദിച്ചു നോക്കാം. നിങ്ങളുമായിട്ടൊരു ചിലപ്പോൾ ആവാം, നിങ്ങളുമായിട്ടൊരു റീകൺസിലിയേഷന് ഈ പേഴ്സൺ റെഡിയാണോ, ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. കണ്ടോ, 3 of Wands റിവേഴ്സ് ആണ് പറഞ്ഞത്. ഈ പേഴ്സണ് നിങ്ങളിൽ നിന്ന് അകന്നു പോകണമെന്നേ ഉള്ളൂ. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സൺ ഒരു ചവിട്ടുപടിയായിരുന്നു. കുറേ കാര്യങ്ങൾ വേണമായിരുന്നു, അതിൽ നിങ്ങളെ കുറച്ച് ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുമായിട്ട് ഇമോഷണലി ഈ പേഴ്സണ് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല, ഒരു ഫീലിങ്സും ഇല്ല എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങളെ ഓർക്കുന്ന പോലും ഉണ്ടാവില്ല ഈ തേർഡ് പാർട്ടി. നിങ്ങളാണ് ഈ തേർഡ് പാർട്ടിയെ കാത്തിരിക്കുന്നത്. നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഈ പേഴ്സൺ. ഡോട്ടർ ഓഫ് പെൻഡക്കിൾ, അതൊക്കെ ചെറുപ്പത്തിൻ്റെ ഒരു പ്രശ്നമായിരുന്നു എന്ന് മനസ്സിൽ വിചാരിച്ച് സമാധാനിക്കുന്ന ഒരു എനർജിയാണ് ഈ തേർഡ് പാർട്ടി. മനസ്സിലായോ? ചിലപ്പോൾ നിങ്ങൾ യങ് എനർജി ആയിരുന്നിരിക്കാം ആ സമയത്ത്. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങളല്ലേ, എനിക്കതൊന്നും ഓർമ്മയില്ല എന്ന് ആലോചിക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണ് ഇവിടെ കാണിക്കുന്നത്. തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നില്ല, നിങ്ങളുമായിട്ടൊരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അവർ നിങ്ങളുമായിട്ടൊരു കാരണം അവർ കല്യാണത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പാസ്റ്റിൽ ഒരാളുമായിട്ട് ഒരു തരത്തിലുള്ള കണക്ഷനും അവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. വേറെ ഒന്നും ചോദിക്കാനില്ല. അവർ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ ഓർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മൾ വേറെ കാര്യങ്ങൾ ചോദിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇവിടെ ഭഗവാനെ? നിങ്ങൾ മൈൻഡിൽ ക്ലാരിറ്റി വരുത്തണമെന്നാണ് പറയുന്നത്. മീൻസ് നിങ്ങൾക്ക് ഒന്നും തരാത്ത, നിങ്ങളോടൊരു ഫീലിങ്സും ഇല്ലാത്ത, നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് തന്ന, നിങ്ങൾക്ക് ഇത്രയും ഭാരം തന്ന, നിങ്ങൾക്ക് നരകയാതന തന്ന ഒരു എനർജിയെ, വളരെ ഈഗോ ആയിട്ട് പ്രവർത്തിച്ച, നിങ്ങളുടെ വേദനകൾ കാണാതിരുന്ന, നിങ്ങളെ ഒരിക്കലും കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കാതിരുന്ന ഒരു എനർജിയെ അവരിപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നാശമായി പോയേനെ. മനസ്സിലായോ? എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്ന കേട്ടിട്ടുണ്ട്. അവളുടെ അച്ഛനാണെങ്കിൽ അവളുടെ അച്ഛൻ്റെ ചേച്ചി അനിയൻ കുറേ പേരുണ്ട് അവർ ഫാമിലി. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഭയങ്കര ഇപ്പം വാരിക്കോരി കൊടുക്കുന്ന ആളാണ് ഈ അച്ഛൻ. ചില മക്കളുടെ കളിപ്പാട്ടം പോലും ഇവളൊക്കെ പറയും ഇവള് കളിച്ച് പൊതി തീർന്നിട്ടുണ്ടാവില്ല, പക്ഷേ ചേച്ചിയുടെ മക്കളോ അനിയത്തിയുടെ മക്കളൊക്കെ വരുമ്പോൾ ഒരു ചോദ്യം ഇല്ലാണ്ട് എടുത്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇവരുടെ അമ്മ ഒന്നും പറയില്ലായിരുന്നു, അമ്മയുടെ സാധനങ്ങളും എല്ലാം കൊടുക്കുമായിരുന്നു ഈ പേഴ്സൺ. അപ്പോൾ അത് കഴിഞ്ഞ് അവരുമായിട്ട് ഉടക്കി മാറി, അച്ഛൻ ബന്ധുക്കളുമായിട്ട് ഉടക്കി മാറിയപ്പോൾ പിന്നെ അവർക്ക് നല്ല നില വന്നു. അവർ വീടൊക്കെ വെച്ചു. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, പുള്ളി മരിച്ചുപോയി. അപ്പോൾ ഇപ്പോഴും അവൾ എന്നോട് പറയും അവരുണ്ടായിരുന്നെങ്കിൽ, അപ്പം മരണത്തിന് അവരുടെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട് കണ്ടപ്പോൾ ഇത്രയും വലിയ വീടൊക്കെ വെച്ചോ എന്ന ഒരു ഡയലോഗ്. അപ്പോൾ ഇവള് പറഞ്ഞു എന്നോട്, ഭാഗ്യം ഇവരൊക്കെ ഒഴിഞ്ഞു പോയത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാവില്ല. കാരണം ഓരോരുത്തർ വന്ന് കരഞ്ഞു പറയും എനിക്ക് വീട് വയ്ക്കാൻ പൈസ ഇല്ല. അതായത് ഇരിക്കുന്ന പൈസ മുഴുവൻ എടുത്തു കൊടുക്കും. ഭാര്യയുടെ സ്വർണം, മക്കളുടെ സാധനങ്ങളെല്ലാം എടുത്തു കൊടുക്കുമായിരുന്നു ഈ പുള്ളി. അപ്പോൾ അതുപോലത്തെ ഒരു എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പേഴ്സൺ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിൻ്റെ സങ്കടം ഉണ്ടാവും, പക്ഷെ എന്തെങ്കിലുമൊക്കെ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ കാണാത്ത സൗഭാഗ്യങ്ങൾ, നിങ്ങൾക്ക് ജോലിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടാവും, സാലറി കൂടിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ടാവും, എന്തോ ആയിക്കോട്ടെ. ഫിനാൻഷ്യലി നിങ്ങൾ നല്ല സിറ്റുവേഷനിലാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളായത് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഇല്ലാതിരുന്നത് കൊണ്ടാണ്. നിങ്ങൾ മനസ്സിൽ വേദന കൊണ്ട് നടക്കുന്നു എന്നേ ഉള്ളൂ. ഈ പേഴ്സൺ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ദോഷമല്ല വന്നേക്കുന്ന നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ദൈവമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു നരകം മാറ്റി തന്നത്, നിങ്ങളിപ്പോഴും മനസ്സിൽ ആ നരകം പൊക്കിക്കൊണ്ട് നടക്കുക എന്നാണ് പറഞ്ഞത്. ഇനിയെങ്കിലും അത് വേണ്ടാന്ന് വെക്കുക. കാരണം ആ പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുമില്ല, നിങ്ങളായിട്ട് റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നില്ല, വേറെ റിലേഷൻഷിപ്പിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഇത്രയും നിങ്ങൾക്ക് ദുരിതം തന്ന ഒരാളെ നിങ്ങൾ മനസ്സിൽ വെച്ചോണ്ട് നിങ്ങൾ മനസ്സിൽ ക്ലാരിറ്റി വരുത്തുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മനസ്സിലായി? ക്ലിയർ ആക്കുക മനസ്സ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് ആദ്യം തീരുമാനിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരുതരം ഒബ്സഷനാണ് ആ പേഴ്സണോട്, അത്രയേ ഉള്ളൂ. അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. സ്കോർപ്പിയോ, പിന്നെ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു. 3 കാർഡ് ഉണ്ടായിരുന്നു അവിടെ. ഈ പേഴ്സണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല ഈ പേഴ്സൺ. അവര് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക, നിങ്ങളാണ് അവിടെ സ്റ്റക്കായിട്ടിരിക്കുന്നത്. മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞത് ഇത്രയും നിങ്ങളെ ദ്രോഹിച്ച ഒരാളെ നിങ്ങൾക്ക് എന്തിനാ എന്നാണ് യൂണിവേഴ്സ് ചോദിക്കുന്നത് നിങ്ങളോട്.
ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാമത്തെ റീഡിങ് കഴിഞ്ഞു. മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ ആളുകൾ കാർഡ് സെലക്ട് ചെയ്തവരുടെ ഓറക്കൽ മെസ്സേജാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ 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 ഭഗവാനെ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജാണ് ഭഗവാനെ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനെ മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് ഭഗവാനെ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനെ 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 നമഃ ശിവായ, ഓം നമഃ ശിവായ, ശിവായ. ഓക്കെ, ഇവിടെ കാർഡ് മറിഞ്ഞു. ഞാൻ വിചാരിച്ച എന്താ പറ്റിയത്, ഇതുവരെയായിട്ട് കാർഡ് വന്നില്ലല്ലോ എന്ന്. സമയമുണ്ട് എല്ലാത്തിനും. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനും സഹിക്കാനും പിന്നെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് കാണാനും ശ്രമിക്കണമെന്നാണ് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ്. പിന്നീട് അത് നമുക്ക് മനസ്സിലാകും നമ്മൾ ചിന്തിച്ചാൽ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാർഡ് അത് ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടി ഓം എന്ന മന്ത്രം ജപിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് രണ്ട് കാർഡ് വന്നത്. നിങ്ങൾ ആരുമായിട്ടാണോ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്ന ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? 10 ഓഫ് കപ്സ്. ഈ പേഴ്സൺ ഭയങ്കര ഹാപ്പിയാണ്, മാരീഡ് ആണ്, സ്ത്രീ ആയാലും പുരുഷനായാലും കുട്ടിയുണ്ട്. ഈ പേഴ്സൻ്റെ ജീവിതത്തിൽ വളരെ ഹാപ്പിയാണ്. നിങ്ങൾ പിന്നെ എന്താ ചെയ്യുന്നത് ഇവിടെ? കല്യാണം കഴിഞ്ഞ് പോയ ഒരാളാണ്, കല്യാണമൊക്കെ കഴിച്ചു വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. നിങ്ങളിപ്പോഴും അൺമാരീഡ് ആണോ? നിങ്ങളിപ്പോഴും ഈ പേഴ്സണെ ഓർത്തുകൊണ്ടിരിക്കുകയാണോ? ഈ പേഴ്സണ് നിങ്ങളെ ഓർത്തുകൊണ്ടിരിക്കാൻ സമയമില്ല. കാരണം ഈ പേഴ്സണൽ ലൈഫിൽ ഈ പേഴ്സൺ ഭയങ്കര ഹാപ്പിയാണ്. ഈ പേഴ്സൺ എൻഗേജ്ഡ് ആണ്, ഭാര്യയും കുട്ടികളും അല്ലെങ്കിൽ ഭർത്താവും കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുകയാണ് ഈ പേഴ്സൺ. വളരെ ഹാപ്പി ആയിട്ട് 10 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പിനെസ്സിൻ്റെ കാർഡാണ് കാണിക്കുന്നത്. 9 ഓഫ് കപ്സ്. ഈ പേഴ്സൺ ആഗ്രഹിച്ച പോലെ തന്നെയുള്ള ഒരു ജീവിതമാണ് ഈ പേഴ്സണ് കിട്ടിയേക്കുന്നതെന്ന് പറയുന്നത്. ഇവരുടെ തമ്മിൽ ബഹളങ്ങളില്ല. 5 ഓഫ് വാൻഡ്സ് റിവേഴ്സ്. ഇവർ തമ്മിൽ കോമ്പറ്റീഷൻ ഇല്ല. ഈ പേഴ്സൺ എങ്ങനെയുള്ള ഒരാളെയാണോ സ്നേഹിച്ചിരുന്നത്, ആഗ്രഹിച്ചിരുന്നത്, ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ അങ്ങനെയുള്ള ഒരാളെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ ഒന്നും കിട്ടാത്ത ഒരു സൗഭാഗ്യം ഇപ്പോൾ ഈ പേഴ്സണ് കിട്ടിയിട്ടുണ്ട് എന്ന് ഈ പേഴ്സൺ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. മനസ്സിലായി? ഒട്ടും ഡിസാറ്റിസ്ഫാക്ഷൻ ഇല്ല ഇവിടെ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരുമായിട്ടാണോ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നത് ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, സിറ്റുവേഷൻ എന്താണ്? ഭഗവാനെ, നിങ്ങൾ ആരുമായിട്ടാണോ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നത് ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഒരാൾ വിവാഹം കഴിച്ച് മുമ്പോട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ജീവിതം നശിപ്പിച്ച് കളയരുത്. അവർ പോയി. ഓക്കെ, സിറ്റുവേഷൻ ഈ കാർഡ് തന്നെ ഇപ്പോഴും ഈ പേഴ്സൺ ഇപ്പോൾ ഹാപ്പിയാണ്. സോൾമേറ്റ് കണക്ഷൻ. പേഴ്സൺ വളരെ ഹാപ്പിയാണ്. ഈ പേഴ്സണൽ ലൈഫിൽ വന്നേക്കുന്ന ആളുമായിട്ട് വളരെയധികം ഹാപ്പി ആയിട്ടാണ് ഈ പേഴ്സൺ ജീവിക്കുന്നത്. മനസ്സിലായോ? വളരെ സഹകരണത്തോടു കൂടിയാണ് ഈ പേഴ്സൺ ജീവിക്കുന്നത്. പാസ്റ്റ് ഓർക്കുമ്പോൾ ഈ പേഴ്സൺ ഒരു ടെൻഷനുണ്ട്. ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള വിവാഹം റദ്ദ് ചെയ്യാതെ, നിങ്ങൾ ചിലപ്പോൾ മാരീഡ് ആയിരിക്കാം ഈ പേഴ്സണായിട്ട്, ഈ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ചല്ല നിങ്ങളെ പറ്റിച്ചിട്ട് പോയിട്ട് വേറൊരു വിവാഹത്തിലേക്ക് കയറിയിട്ടുണ്ട് ആയിരിക്കാം. എന്തായാലും ചെറിയൊരു സ്ട്രെസ് ഉണ്ട്. പഴയ പാസ്റ്റിലെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ സ്ട്രെസ് ഉണ്ട്. പക്ഷെ എന്നാലും നിങ്ങളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഈ പാസ്റ്റിൽ കുറേ ചീത്ത എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, ചീത്ത സ്വഭാവമുള്ള ഒരാളാണ്, വളരെയധികം മറ്റുള്ളവരെ ഉപയോഗിച്ചിട്ടുള്ള, ഉപദ്രവിച്ചിട്ടുള്ള, പറ്റിച്ചിട്ടുള്ള ഒരു എനർജിയാണ് ഈ പേഴ്സൺ. പക്ഷേ ഈ പേഴ്സൺ ഇപ്പം ഹാപ്പിയാണ്. എന്നാലും മനസ്സിൻ്റെ പുറകിൽ എവിടെയോ പഴയ കാര്യങ്ങൾ ആരെങ്കിലും ചികഞ്ഞെടുത്താൽ എന്താവും അവസ്ഥ എന്നൊരു. പക്ഷെ എന്നാലും അത് നമുക്ക് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാം.
ഇപ്പോൾ ഈ പേഴ്സണൽ ലൈഫിലുള്ള ആൾ അത്ര വലിയ സ്മാർട്ട് അല്ലായിരിക്കാം. ഈ പേഴ്സണെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു എനർജിയാണ്. അങ്ങനത്തെ ഒരു ആഗ്രഹമാണ്, സോൾമേറ്റ് കണക്ഷനാണ് ഇപ്പോൾ പേഴ്സണൽ ലൈഫിലുള്ളതെന്നാണ് പറയുന്നത്. വളരെയധികം റിലീജിയസ് ആയ ഒരു എനർജിയാണ് ഈ പേഴ്സണൽ ലൈഫിലുള്ളത്. ഇപ്പോൾ ഭർത്താവിനെ ദൈവമായിട്ടോ ഭാര്യയെ ദേവതയായിട്ടോ ഒക്കെ കാണുന്ന വളരെ ശുദ്ധ മനസ്സുള്ള ഒരു എനർജിയാണ് ഈ പേഴ്സണൽ ലൈഫിലുള്ളത്. അപ്പം അങ്ങനെ ഒരു എനർജി ഇപ്പം പറഞ്ഞ് പറ്റിക്കാൻ വളരെ സുഖമുള്ള ഒരു എനർജിയാണ്. എന്തായാലും നിങ്ങൾ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്ന ആൾ ഈ പേഴ്സണുമായിട്ട് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇവിടെ ടെൻഷനില്ല. ഇനിയിപ്പോൾ നിങ്ങളെപ്പോലത്തെ ആരെങ്കിലുമൊക്കെ പഴയ കാലത്ത് നിന്ന് ചെന്ന് എന്തെങ്കിലുമൊക്കെ കുത്തി പൊക്കിയാൽ തന്നെ സ്ട്രെസ് ഉണ്ടെങ്കിലും അത് വളരെ പ്ലാനിങ്ങോടുകൂടിയാണ് ഈ പേഴ്സൺ പോകുന്നത്. അത് ഇപ്പോഴത്തെ പേഴ്സണെ പറഞ്ഞ് മനസ്സിലാക്കാം, അതൊരു പ്രശ്നമാകാൻ വഴിയില്ല എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ വെർഗോ പൈസസ് ആണ് ഇവിടെ കാണിക്കുന്നത്, പിന്നെ ജെമിനായി ഉണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങളുമായിട്ടൊരു റീകൺസിലിയേഷൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുമായിട്ടൊരു റീകൺസിലിയേഷൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ടോ? സ്വഭാവം അത്ര നല്ല ആളല്ല, എന്നാലും നോക്കാം നമുക്ക്. യെസ് എന്നാണ് പറയുന്നത്. നിങ്ങളുമായിട്ടൊരു റീകൺസിലിയേഷൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല. ഈ പേഴ്സന്റെ സ്വഭാവം അതാണ്. ആരെയും സ്നേഹിക്കാൻ ഈ പേഴ്സണ് കഴിയില്ല. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഡൗട്ട് വന്നത്. കാരണം ഇങ്ങനത്തെ ഒരു എനർജി മറ്റുള്ളവരെ പറ്റിക്കാം. ഇപ്പോൾ വിവാഹം കഴിക്കുന്ന ആളായിട്ട് ഭയങ്കര ഹാപ്പിയാണ്. എന്തുകൊണ്ടാണ്? ആ എനർജി വളരെ ശുദ്ധതയുള്ള ഒരു എനർജിയാണ്. അവരെ പറ്റിക്കാൻ സുഖമാണ് എന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ആരുമായിട്ടാണോ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നത് ആ പേഴ്സൺ ഇപ്പോൾ ഹാപ്പി. കാരണം അവര് ഈ പേഴ്സന്റെ കൂടെ നിൽക്കും. എന്ത് ചീത്ത അനാവശ്യം ഈ പേഴ്സണെ കുറിച്ച് കേൾക്കാൻ ഇടവന്നാലും ഈ പേഴ്സൺ, ഇപ്പോഴത്തെ പേഴ്സൺ ഈ പേഴ്സന്റെ കൂടെ നിൽക്കും. അപ്പോൾ അത് മിസ്യൂസ് ചെയ്യാനുള്ള ഒരു ബോധം, ഒരു ചിന്ത ഈ പേഴ്സന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ടൊരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ യെസ് പറഞ്ഞത്. അത് നിഗൂഢമായിട്ട് വെച്ചേക്കാണ്. മനസ്സിലായി? നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഇപ്പോഴും ഈ പേഴ്സൺ ബ്രേക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഹാപ്പിയാണ് കേട്ടോ, ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു റീകൺസിലിയേഷൻ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആവും. പക്ഷെ എന്ത് ഗുണമാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് ഒരു വിലയും തരാത്ത, ഈ പേഴ്സന്റെ ജീവിതത്തിലുള്ള ഒരാൾക്കും ഒരു വിലയും കൊടുക്കാത്ത ഒരു എനർജിയാണ് ഈ പേഴ്സൺ. ഇത് ക്യാൻസർ സോഡിയാക് സൈൻ ആണ്. നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എന്തിനാണ്? പൈസയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം നിങ്ങളുടെ അടുത്ത് ഇഷ്ടംപോലെ സ്വർണമോ പണമോ ചിലപ്പോൾ പ്രോപ്പർട്ടിയോ ഒക്കെ ഈ പേഴ്സൺ എടുത്തിട്ടുണ്ടാവും, ഒന്നും തിരിച്ചു തന്നിട്ടുണ്ടാവില്ല. മനസ്സിലായി? അപ്പം ഇനിയും കിട്ടുകയാണെങ്കിൽ ഇനിയും നിങ്ങളോട് ചോദിക്കാം, ഇനിയും നിങ്ങളുടെ അടുത്ത് പണം പിടുങ്ങാം എന്നാണ് ഈ പേഴ്സൺ നിഗൂഢമായിട്ട് ചിന്തിക്കുന്നത്. ഈ പേഴ്സൺ ട്രൈ ചെയ്യുമോ? നിങ്ങളുമായിട്ട് റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട് പേഴ്സൺ. ഈ പേഴ്സൺ ട്രൈ ചെയ്യുമോ എന്നതിന് ഇവിടെ യെസ് ആണ് പറയുന്നത്. ഈ പേഴ്സൺ ട്രൈ ചെയ്യും. എന്തിനാണ്? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പേഴ്സൺ സ്വന്തമായിട്ടുള്ള എക്സ്പെൻസിന് നിങ്ങളുടെ അടുത്തു നിന്നും ഇതുപോലെ നിങ്ങളെ പോലത്തെ പല ആളുകളുടെ അടുത്തു നിന്നാണ് പൈസ സ്വരൂപിക്കുന്നത്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സൺ വളരെ ആളുകൾ, ചിലരില്ലേ വലിയ ഭയങ്കര ലുക്കൊക്കെ ഭയങ്കരമായിട്ട് നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ ഇവർക്ക് ഡ്രസ്സ് മേടിച്ച് കൊടുക്കും, ഇവർക്ക് താമസ സൗകര്യം കൊടുക്കും. ഇവരെവിടെ ചെന്നാലും അവിടെ ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാൻ ആൾക്കാരുണ്ട്. കാരണം നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന, മറ്റുള്ളവരെ നല്ലോണം ഉപയോഗിക്കാൻ അറിയുന്ന ഈ പേഴ്സണ് കോണ്ടാക്ട്സ് കുറേ ഉള്ളത് കൊണ്ട് ഈ പേഴ്സണോട് പറഞ്ഞാൽ പല കാര്യങ്ങളും നടക്കും. അതുകൊണ്ട് ആൾക്കാർ ഈ പേഴ്സണെ കോണ്ടാക്ട് ചെയ്യും. ഈ പേഴ്സൺ ഇവരൊക്കെ ഈ പേഴ്സണ് കൊടുക്കുന്ന കാര്യം ഒന്നും ഈ പേഴ്സൺ തിരിച്ചു, ചിലപ്പോൾ പൈസയായിട്ട് കൊടുക്കും, ചിലപ്പോൾ ഗോൾഡായിട്ട് കൊടുക്കും, ചിലപ്പോൾ എന്തെങ്കിലും താമസ സൗകര്യം ഒരുക്കി കൊടുക്കും, അല്ലെങ്കിൽ ഇവർക്ക് ഗിഫ്റ്റ് കൊടുക്കും. അങ്ങനത്തെ ഒരു പേഴ്സണാണ്. അങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്വഭാവമുള്ള ഒരു എനർജിയാണ് ഈ പേഴ്സൺ. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ പേഴ്സൺ. അപ്പോൾ എല്ലാവരെയും യൂസ് ചെയ്യുന്ന, എല്ലാവരും ഈ പേഴ്സണെയും യൂസ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യത്തിനായിട്ട്. അപ്പോൾ ഈ പേഴ്സൺ എന്തിനാണ് നിങ്ങളെയൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നത്, എന്തിനാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ പേഴ്സൺ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾ കൊടുത്ത സാധനങ്ങളൊന്നും തിരിച്ചു വേണമെന്ന് ഈ പേഴ്സൺ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല, അതുപോലെ തിരിച്ചു ചോദിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഒറ്റപ്പെട്ടാണ്. അപ്പോൾ നിങ്ങളിപ്പോഴും വിവാഹം കഴിച്ചല്ലേ ഈ പേഴ്സണിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് ഈ പേഴ്സൺ അറിയാം. അപ്പോൾ ഒരു സീക്രട്ട്, ഒരു ടവർ മൊമെൻറ്റ്. അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ ഈ പേഴ്സൻ്റെ പുതിയ ആളെ കോണ്ടാക്ട് ചെയ്ത് പ്രശ്നമുണ്ടാക്കുന്ന ഒരു പേടിയും കൂടെ ഈ പേഴ്സൻ്റെ മനസ്സിലുണ്ടാവാം. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഈ പേഴ്സൺ ട്രൈ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ്? ഇത് വെർഗോ സ്കോർപിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് തരാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെ ക്യാൻസർ സോഡിയാക് സൈൻ ആണ്. അതാണ് ഞാൻ നോക്കിയത്, വേറെ ഏതെങ്കിലും സോഡിയാക്ക് വന്നിട്ടുണ്ടോ എന്ന്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഭഗവാനെ? നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്?
ഈ സിറ്റുവേഷൻ കഴിഞ്ഞു. ഇത് ചതിയും വഞ്ചനയും ഒക്കെയാണ്. ഈ പേഴ്സൺ ഓൾറെഡി മാരേജ് ചെയ്തു. നിങ്ങളോട് പറയുന്ന യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് മതിയായില്ലേ, നിങ്ങൾക്കൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണ്ടേ, നിങ്ങൾക്കൊരു വിവാഹമൊക്കെ വേണ്ടേ? ഇത് തന്നെയാണ് പറയുന്നത്. ഞാൻ ഈ ടോണിൽ പറയുന്നത് തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത്രയൊക്കെ നിങ്ങൾ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്തിട്ട് പിന്നെയും നിങ്ങൾ അവരുടെ പുറകെ നടക്കുന്നത് എന്തിനാ? ആ പേഴ്സൺ വിവാഹം കഴിച്ചു പോയി. നിങ്ങൾക്കൊരു വിവാഹ ജീവിതം വേണ്ടേ? 4 of Wands ആണ് വന്നേക്കുന്നത്. ഇവിടെ 10 of Swords 4 of Wands ആണ് വന്നേക്കുന്നത്. ഈ സിറ്റുവേഷൻ കഴിഞ്ഞു. ഇനി നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ നോക്കട്ടെ. ഒരു ലോങ് ടേം പ്ലാനൊക്കെ വേണ്ടേ നിങ്ങൾക്ക്? അതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്കൊരു വിവാഹം കഴിച്ചു കൂടെ? എന്തിനാ ഇങ്ങനെ ഈ പേഴ്സണ് ഇങ്ങനെ നിങ്ങൾ ഉപദ്രവിക്കുന്ന ആളുകളുടെ പുറകെ നടക്കുന്നത്? ഇതാണ് യൂണിവേഴ്സ് നിങ്ങളോട് ചോദിക്കുന്നത്. ഇത് കണ്ടോ? ലോങ് ടേം പ്ലാൻ, ഒരു മാരേജൊക്കെ നിങ്ങൾ അന്വേഷിക്കുക, കല്യാണം കഴിച്ച് സെറ്റിൽ ചെയ്യാൻ നോക്കുക. ഇവിടെ 10 of Swords. ഇത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇത്രയും അനുഭവിച്ചിട്ടും മതിയായില്ലേ എന്നാണ് യൂണിവേഴ്സ് ചോദിക്കുന്നത് നിങ്ങളോട്. എന്താണ് വെർഗോ, സ്കോർപിയോ, ക്യാൻസർ, വെർഗോ, പൈസീസ്, ജെമിനായി. അല്ല, എനിക്ക് മനസ്സിലാവില്ല. നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെയുള്ള ആളുകളുടെ പുറകെ നടന്ന് ജീവിതം കളയുന്നത്? നിങ്ങളെ സ്നേഹിക്കുന്ന എത്രയോ ആളുകളുണ്ടാവും, അവരൊന്നും നിങ്ങൾ കാണില്ല. ഇങ്ങനെയുള്ള ആൾക്കാരുടെ പുറകെ നടന്ന് ജീവിതം കോളമാക്കിക്കൊണ്ടിരിക്കുക നിങ്ങൾ. കഷ്ടമുണ്ട്. ഓക്കെ, യൂണിവേഴ്സിന് അത്രയും സഹിക്കാൻ പറ്റാഞ്ഞുകൊണ്ടാണ് ആ 3 കാർഡ്സ് ഒരുമിച്ച് വന്നത്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് റീഡിങ്. ഇതോടെ ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവരും സേഫായിട്ടിരിക്കുക. മഴക്കാലമൊക്കെയാണ്, അസുഖങ്ങളൊക്കെ ഉണ്ട്, കൊറോണ വരുന്നുണ്ട്, വേറെ ആരൊക്കെയോ അതിൻ്റെ പുറകെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഭീകരമായ അസുഖങ്ങളാണ്, ചിലപ്പോൾ മരുന്ന് പോലും ഉണ്ടാവില്ല. വളരെ ശ്രദ്ധിക്കുക. വെള്ളമൊക്കെ കുടിക്കുമ്പോൾ വളരെ ചൂടാക്കിയൊക്കെ കുടിക്കുക. നമ്മൾ മലയാളികൾ പൊതുവെ ചൂടാക്കിയ വെള്ളമാണ് കുടിക്കാറ്. എന്നാലും അന്യ നാട്ടിലൊക്കെ പോകുമ്പോൾ നമ്മളതൊന്നും ശ്രദ്ധിക്കാനോ അതിനുള്ള ചാൻസ് കിട്ടില്ല. മാക്സിമം നിങ്ങൾ സ്ട്രോങ്ങും ഹെൽത്തിയുമായിട്ടിരിക്കുക കേട്ടോ. പിന്നെ സേഫായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആരോഗ്യവും എല്ലാം അറിഞ്ഞ് അനുഗ്രഹിച്ച് തരാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.